ഹലോ ഗായ്സ്, എല്ലാവർക്കും ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് സ്പെഷ്യൽ വീഡിയോ കേട്ടോ. ഇന്ന് എനിക്ക് സ്പെഷ്യൽ ഡേ ആണ് എന്ന് പറഞ്ഞാൽ എൻ്റെ വെഡ്ഡിങ് ആനിവേഴ്സറി ആണ്. 5ാമത്തെ വെഡ്ഡിങ് ആനിവേഴ്സറി ആണ്. പറയാം ഹാപ്പി വെഡ്ഡിങ് ആനിവേഴ്സറി. അപ്പോൾ നമ്മൾ ഇന്ന് മധൂർ അമ്പലത്തിലേക്ക് പോകാമെന്ന് പ്ലാൻ ചെയ്യുന്നുണ്ട് കേട്ടോ. പ്ലാൻ ചെയ്തല്ല, മധൂർ അമ്പലത്തേക്ക് പോകുന്നുണ്ട്, റെഡി ആവുന്നുണ്ട്. ഈ കുട്ടിയുടെ ഡ്രസ്സൊക്കെ സെറ്റ് ആയിട്ടുണ്ട്. നമ്മൾ സാരി ഒക്കെ എടുത്തിട്ട് സെറ്റ് ആയിട്ടുണ്ട് കേട്ടോ. എന്നു പറഞ്ഞാൽ ഈ കുട്ടീനെ ഒന്ന് മുടിയൊന്ന് സെറ്റ് ചെയ്യാണ്. പിന്നെന്താ, ധന്യൊക്കെ ചെയ്യുന്നുണ്ട്, റെഡി ആവുന്നുണ്ട് ഇത്രേ. അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ടെമ്പിൾ വീഡിയോ ആണ്. ഇന്ന് ആനിവേഴ്സറി ആയതുകൊണ്ട് അമ്പലത്തിൽ പോകാമെന്ന് പ്ലാൻ ചെയ്തത് അല്ലേ. ഉപ്പായ വന്നിച്ചോടാ, ബാഡ് കൈ സുന്ദരിയാവണ്ടേ. ഇവിടെ സുന്ദരിയാവാൻ പോവാ കേട്ടോ. ഇവിടെ എന്താവുന്നുണ്ട്? സുന്ദരിയാവാൻ പോകുന്നുണ്ട്. ഇവിടെ മുടി കട്ടിങ് എങ്ങനെയുണ്ട്? നമ്മ എന്നെ കട്ടാക്കുന്നുട്ടാ. ഇത്തവണ ഞാനും ധന്യയും കൂടിയിട്ടാണ് കട്ട് ചെയ്തത്. ശരിക്കും പറഞ്ഞാൽ ഇവിടെ മുടി കട്ട് ചെയ്യാൻ സമ്മതിക്കില്ല, ഭയങ്കര കരച്ചിൽ പുറത്തോണ്ടായാൽ. അപ്പോൾ നമ്മൾ ഉറങ്ങിയിട്ടാകുമ്പോൾ ഇങ്ങനെ സൈഡിൽ നിന്ന് കട്ട് ചെയ്താൽ ഇപ്പം സെറ്റ് ആയിട്ടുണ്ട് കേട്ടോ, വളർന്നിട്ടുണ്ട് ഒന്നുകൂടി അല്ലേ. മുടി കെട്ടാൻ സമ്മതിക്കൂല, മുടി കെട്ടാൻ സമ്മതിക്കൂല. ക്ലിപ്പ് കുത്താലോ നമുക്ക്. ഇരിക്കടാ. അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും റെഡി ആയിട്ടാ. ഇനിയിപ്പോൾ ധന്യയും അമ്മയും കൂടി റെഡി ആയിട്ടുണ്ടോ നോക്കണം. അപ്പോൾ നമ്മൾ ഇന്നത്തെ ഞങ്ങളെല്ലാ വർഷത്തെ വെഡ്ഡിങ് ആനിവേഴ്സറി ഇങ്ങനെ സിമ്പിളായിട്ട് എന്തെന്ന് പറഞ്ഞാൽ അമ്പലത്തിൽ പോകും, അത്രമാത്രമേ ഉണ്ടാവും കേട്ടോ. എന്ന് പറഞ്ഞാൽ രതിശേട്ടൻ അവിടെ ഉണ്ടാവും, ഞാനിവിടെ ഉണ്ടാവും. അപ്പോൾ നമുക്ക് ഓരോരുത്തരും റെഡി ആയി കഴിഞ്ഞാൽ നോക്കാം കേട്ടോ. അമ്മ ഓൾറെഡി റെഡി ആയിട്ടുണ്ടാവും. റെഡി ആയി കഴിഞ്ഞാൽ നമുക്ക് യെസ്, അമ്മ റെഡി ആയിട്ടുണ്ട്. ഒരുത്തിയും കൂടി ഉണ്ട്, റെഡി ആയിട്ട് നോക്കാം. ഓൾറെഡി ഇവിടെ അവിടെ പോയിട്ട് എങ്ങനെയുണ്ട്. അത് നമ്മളിന്നും KSRTC ബസ്സിലിട്ടാണ് പോകുന്നത്. 10:15 ഒരു KSRTC ബസ് ഉണ്ട്. കിട്ടാൻ ചാൻസ് ഉണ്ട് തോന്നുന്നു, കിട്ടും. അപ്പോൾ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. സമയം 9:50 ആവുന്നുണ്ട്. അതൊരു 5 മിനിറ്റ് മുമ്പിലുണ്ട്. പോവാ കാത്തിക്കുന്നുണ്ട് കേട്ടാ, വന്നിട്ടേ ഇല്ല. വരുന്നുണ്ട്. സമയം 10 മണിയാവുന്നുണ്ട്. അല്ല, 55 പോവാ. ഞാൻ വെറുതെ പോയി വീഡിയോ പിടിച്ചിട്ട് അവർ ഇറങ്ങുന്നത് കാണാൻ വേണ്ടി പിടിച്ചു തിന്നു കേട്ടാ. സെറ്റ്, നമ്മൾ പോയി വരാം. ബാക്കി വീഡിയോ എല്ലാം കുഞ്ഞായിട്ട് കാണാം കേട്ടാ. നോക്കി എത്ര സമയം, എത്ര നേരമായി വെയിറ്റ് ചെയ്ത് നിൽക്കുന്നത്. ഒത്തി കൊടയും പിടിച്ചിട്ട് പോകുന്നുണ്ട്. മഴയില്ല, പിന്നെ നീ കൊടയും പിടിച്ചിട്ട് വരുന്നേ. മുല്ലപ്പൂ വേണോ? മുല്ലപ്പൂ ഉണ്ടായിരുന്നു, നല്ല രസം ഉണ്ടാക്കി. ഒന്ന് ഫീലാകുന്നുണ്ട് കേട്ടാ. നിന്നെ കാണിക്കുന്നത് ഞാൻ സുന്ദരിയായിട്ട് വരുന്നുണ്ട്. ഇനിയൊരു സുന്ദരിയും കൂടി വരാനുണ്ട്. 3 സുന്ദരികൾ ഇറങ്ങിക്കഴിഞ്ഞു. 4ാമത്തെ സുന്ദരി ഞാൻ കാണിച്ചത്. ഇപ്പോൾ 5 കൂടിയിട്ടായി അമ്പലത്തിലേക്ക് വന്നേ. 1 2 3, പിന്നെ അമ്മ ഉണ്ട്, പിന്നെ ഓളമ്മ ഉണ്ട്. അങ്ങനെ 5 കൂടിയാണ്. അപ്പോൾ ഞാൻ കാണിച്ചു തരാം കേട്ടോ. അവളെ വീട് എത്ര അടുത്ത് നിന്ന് ഓളമ്മ വരുന്നുണ്ട്. ഇപ്പോൾ അമ്മനെ വെയിറ്റിംഗ് ആണ്. അമ്മനെ സുന്ദരികൾ ഓരോന്ന് ഇറങ്ങി വരുന്നുണ്ട്. അമ്മയ്ക്ക് ഇങ്ങോട്ട് തിരിയോ? അമ്മനെ കാണിച്ചേ. 1ാമത്തെ സുന്ദരി ഇവിടെ ഇങ്ങോട്ട് നോക്കണേ. ഹായ് പറയും. കൊട ഒക്കെ കൊട വേണം, മഴ ഇല്ലെങ്കിൽ ഒക്കെ കൊട വേണം. മഴ ഉണ്ട്. നമ്മൾ കാറിലാണ് പോകുന്നത് എടുത്തേക്ക്, പൂ എടുക്കത്തേക്ക്. പിന്നെ ബസ്സിൽ പോകും കേട്ടാ. അമ്മ ഒരിക്കൽ ഇങ്ങോട്ട് തിരിയോ? വരും, അമ്മനെ കാണിച്ചു കൊടുത്തു. ഇത്ര സമയം വെയിറ്റ് ചെയ്യുന്നു. നോക്കി അനങ്ങി വരുന്നുണ്ട്. അങ്ങനെ ഞാൻ പറഞ്ഞതാ, 5ാമത്തെ സുന്ദരിയും വരുന്നുണ്ട്. ഇതാണ് ധന്യയുടെ അമ്മ കേട്ടോ. അതാ ഇങ്ങോട്ട്, അത് ധന്യയുടെ വീട്ടിലേക്ക് പോകുന്നത്. അങ്ങനെ നമ്മള് പൂ എടുക്കെത്തിയിട്ടുണ്ട്. KSRTC നമുക്ക് മിസ്സായി. അതുകൊണ്ട് പ്രൈവറ്റ് ബസ്സിൽ പോകുന്നു. സങ്കടമുണ്ടോ? സങ്കടം ഒട്ടുമില്ല. സങ്കടമില്ല, എന്നാലും ചെറിയൊരു വിഷമം ഇല്ല കേട്ടോ. ഫുള്ളാണ്. ഇവിടെ ഞാൻ ഫ്രണ്ടിലെത്തിയിട്ടുണ്ട്. നമ്മൾ കാസർഗോഡ് ബസ് സ്റ്റാൻഡിൽ എത്തിയിട്ടുണ്ട്. ബസ്സിന് വെയിറ്റിംഗ് ആണ് ഇവിടെയും. നമ്മൾ അമ്പലത്തിലേക്ക് എത്തിയിട്ടുണ്ട്. എൻ്റെ അമ്മ ബസ്സിന് വെയിറ്റ് ചെയ്തിട്ട് ഒരുമാതിരി ആയിട്ടാ. ശരിക്കും പറഞ്ഞാൽ ഭയങ്കര വെയിലും അതിനേക്കാളും മഴ ആവും തോന്നുന്നു. ബാക്കി വീഡിയോ കാണാം. ഒരിക്കത്തേക്ക് ഭോജനശാല എത്തിയിട്ട് അതുകൊണ്ടാണ് അതെന്നെ അന്നദാനം മഹാദാനം. അതുകൊണ്ടാണ് ഒക്കെ ഫസ്റ്റ് നമ്മൾ അത് കണ്ടുപിടിക്കണ കാര്യമാണ്. ഞാനിടാൻ ഫുഡ് കഴിക്കുന്ന ഫസ്റ്റ് ടൈം കേട്ടാ. ഫുഡ് കഴിക്കാനായിട്ടാ. ഞാനും എൻ്റെ ഓനും ആദ്യമായിട്ട് വന്നിട്ട് കഴിച്ചേ.
ഇപ്പം നല്ല മാറ്റമുണ്ട് കേട്ടോ അമ്പലത്തിൽ. ഞാൻ കാണിച്ചു തരാം മൊത്തം. നല്ല ഈ കഴിഞ്ഞ വർഷം ഉത്സവം ഉണ്ടായിരുന്നത് പിന്നെ പ്രതിഷ്ഠ ബ്രഹ്മകലോത്സവം. പക്ഷേ ബ്രഹ്മകലോത്സവം ഉണ്ടായിരുന്നു വരാൻ വേണ്ടിയിട്ടാണ്. കുറേ ദിവസത്തെ പരിപാടിയായിരുന്നു. 10-12 ദിവസം ഒന്നും ഉണ്ടായിരുന്നു. എന്നിട്ട് വന്നിട്ടാട്ടോ നമ്മ നല്ല അതന്നെ മൂടപ്പസേവ അങ്ങനത്തെ എന്തെങ്കിലും ഉണ്ടായിരുന്നു. നല്ല രസമുണ്ട് കേട്ടോ. ഇപ്പോൾ മുമ്പ് ഇങ്ങനെ നല്ലായിരുന്നു. മുമ്പ് പണിയെല്ലാം കഴിഞ്ഞു ഉള്ളിലേക്ക് എത്തിയിട്ടാണ്. ഞങ്ങൾക്ക് ഒപ്പം തന്നെ ഉണ്ട്. തൊഴുതിട്ടെല്ലാം ആയിട്ടാ. അതാ കണ്ടോ അമ്പലം നല്ലോണം മാറ്റമുണ്ട്. ധന്യയും കുഞ്ഞും അങ്ങോട്ട് പോയിട്ടുണ്ട്. നമുക്ക് തൊഴുത് ആയിവിട്ട് വരുന്നുണ്ട് കേട്ടോ. ധന്യ അപ്പുറത്തേക്ക് പോയിനായിരുന്നു. നല്ല മാറ്റമുണ്ട് കേട്ടോ. അപ്പോൾ പ്രതിഷ്ഠ കഴിഞ്ഞതിന് ശേഷം തട്ടണ ആ ഫുള്ളായിട്ട് കാണിച്ചു തരാം. നല്ല ഫോട്ടോസ് എല്ലാം ഏകദേശമാണ് ഫോട്ടോ എടുക്കുന്ന സ്ഥലത്ത് ഇത് കാരണം ഈ ഇത് കിട്ടുന്ന ബാക്ക്ഗ്രൗണ്ട് കിട്ടുന്ന പോലെയാണ് എടുക്കാറ്. തിരക്കുണ്ട്. ഇവിടെ രാവിലെ ഉദയസ്തമയ പൂജ കിട്ടണമെങ്കിൽ രാവിലെ വരുന്നു. ഫോട്ടോഷൂട്ട് എടുക്കാൻ പോവുകയാണ് അമ്മര വരെ. ക്യാമറമാൻ ഇങ്ങോട്ടൊന്ന് തിരിയും. അങ്ങനെ നല്ല അന്തരീക്ഷം നോക്കിയാൽ ആകാശം നോക്കി എന്ത് രസമുണ്ട് കാണാൻ. വെയിലായുണ്ട് കേട്ടോ. അങ്ങനെ നമുക്ക് ഒരു ചുറ്റ് വന്നിട്ടായി. ഇത് രണ്ടാമത്തെ ചുറ്റിട്ടാണ് വരുന്നത്. ഇത് ഞാൻ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് മാത്രം വന്നതാണ്. ചുറ്റിക്ക് സാമ്പാർ കൊടുക്കുന്നുണ്ട്. യെസ്, ഈ അമ്പലത്തേക്ക് വന്നിട്ടുണ്ടവർ കമൻറ്റ് ചെയ്യണം കേട്ടോ. വന്നിട്ടുണ്ടെന്ന് മധുർ അങ്ങനെ മലയാളി മങ്കകളായിട്ടുണ്ട് കേട്ടോ. നോക്കി പക്ഷെ കൊള്ളാമോ എൻ്റെ കോസ്റ്റ്യൂംസ്. ഇതിൻ്റെ ഫ്രണ്ട് അങ്ങോട്ടേക്ക് ഉള്ളിലേക്ക് പിന്നെ പോകട്ടെ. അല്ല ഞാൻ ഓൾറെഡി പുറത്ത് വന്നിട്ടുണ്ട്. പുറത്തും കൂടി കാണിച്ചു തരാറിഞ്ഞിട്ട് ഇതെല്ലാം ഇപ്പോൾ വന്ന മാറ്റോട്ടോ. മുമ്പ് ഇങ്ങനെ ഒന്നും ഉണ്ടായിട്ടായിരുന്നു. ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ നല്ലോണം നമുക്ക് പുതിയൊരു അമ്പലത്തേക്ക് വന്ന പോലെ തോന്നുന്നുണ്ട് കേട്ടോ. ഇതാ വെള്ളമുണ്ട്, പുഴയുണ്ട്. ആ പുഴയിലേക്ക് നമുക്ക് പോയിട്ട് വരാം. എല്ലാ വർഷവും ഈ അമ്പലം വർഷത്തിൽ 2-3 തവണയെങ്കിലും ഈ പുഴയിലുണ്ടല്ലോ വെള്ളം നിറഞ്ഞിട്ട് ഇതാ അമ്പലത്തിൻ്റെ മൊത്തം ഉള്ളിലോട്ടെല്ലാം മൊത്തം പോകലുണ്ട്. ഈ വർഷം നിറഞ്ഞിട്ടല്ലേ. ഈ വർഷം നോക്കിയേ ഒഴുക്ക് നോക്കിയേ, വെള്ളം പോലും ക്ലീൻ ആയിട്ടാണ് പറഞ്ഞാൽ അത്ര ഒഴുക്ക് വന്നിട്ടാണ്. ഈ മൊത്തം ഇതെല്ലാം നിറഞ്ഞിട്ടാണ് അമ്പലത്തിൻ്റെ അകത്തേക്ക് പോകുന്നത് വെള്ളം. അപ്പോൾ ആലോചിച്ചോക്കറി ഈ വർഷം എത്ര മഴ കുറവാണെന്നുള്ളത്. ഈ വെള്ളം ചെറിയ ഒഴുക്കുള്ളത്. ഈ സമയത്തെല്ലാം വലിയ ഒഴുക്കുണ്ടാകുന്ന സമയമാണ്. പക്ഷെ ഇപ്പോൾ നോക്കിയാൽ ഒഴുക്കുമില്ല, വെള്ളവുമില്ല, ഒന്നുമില്ല. ഇതാണ് നമ്മളെ എടുക്ക് വരണം. മീൻ വേണേലോക്ക് മീൻ അവളെ അമ്പലത്തിന് പുറത്തേക്ക് വരാൻ വേണ്ടി മീൻ കാണിച്ചു തരാം. അതിന് വേണം പിന്നീട് ഇപ്പം മീനെടുത്തു. രണ്ടും അച്ഛമ്മയും ഇവിടെയും കൂടി പോകുന്നുണ്ട് മീൻ നോക്കാൻ. ഒരുത്തി കുളത്തിലേക്ക് പോകുന്നുണ്ട്. ഒരുത്തി പോയിട്ട് വന്നു. ഇവിടെ മീൻ പിടിക്കാൻ പോകുന്നതാണ് രണ്ടാളും. മഴ നന്നായിട്ട് പെയ്യാത്തതുകൊണ്ട് വെള്ളം നല്ല ക്ലീൻ ഉണ്ടാവില്ല. കാണുമ്പോൾ തന്നെ ഒരു വൃത്തികേടായാലും പോയിട്ട് അമ്പലത്തിൽ അങ്ങനെ മധുർ വന്നത് ഏറ്റവും പ്രധാനപ്പെട്ടെന്ന് പറഞ്ഞാൽ ഇതിട്ടാലാ കാണിച്ചില്ല ഉണ്ണിയപ്പാണ് കേട്ടോ. നമുക്ക് കിട്ടാനാന്ന് വിചാരിച്ചില്ലേ. അപ്പോഴത്തേക്ക് ആരോ ഒരാൾ ഏതോ ഒരു ദേവത തന്നെ പറയാം മൂടപ്പം സേവാക്കിയിട്ടുണ്ടായി. അപ്പോൾ കുറേ പ്രസാദം അപ്പം കിട്ടും. അങ്ങനെ ഓരോടെ വന്നവർക്ക് ഏകദേശം അപ്പം കൊടുത്തിട്ട് ഞങ്ങൾ വരുന്ന ലേറ്റ് ആയതുകൊണ്ട് നമുക്ക് അപ്പം ശരിക്കും പറഞ്ഞാൽ കിട്ടിയിട്ടാണ്. എത്ര അപ്പം നമുക്ക് തന്നു. അപ്പം ശരിക്കും പറഞ്ഞാൽ എന്തോ നമ്മൾ പറിച്ചതേ ഇല്ല അപ്പം കിട്ടിയിട്ട് നമുക്ക് ദൈവം കൊണ്ട് തന്നു കേട്ടത്. കഴിഞ്ഞു പ്രസാദം കഴിഞ്ഞു, പ്രസാദം എടുത്തിട്ടും കഴിഞ്ഞു, എല്ലാം കഴിഞ്ഞു കേട്ടോ. ഇനി നമ്മൾ പോകുന്നുണ്ട്. ഇനി ധന്യയുടെ ഫേവറേറ്റ് സ്ഥലത്തേക്കാണ് നമ്മൾ പോകുന്നത്. എല്ലാവരും ഫേവറേറ്റ് ആണ്, പക്ഷെ ധന്യക്ക് എന്തെന്ന് എടുത്തു പറയേണ്ട ഫേവറേറ്റ് സ്ഥലമാണ്. എവിടെയാണ് പോകുന്നത്? അന്നദാനം മഹാദാനം വരുമ്പോഴേ പറഞ്ഞു അന്നദാനം കഴിക്കാൻ പോകാണ് നമ്മൾ. ഫസ്റ്റ് ടൈം ഇടാം എന്തെന്ന് ചോറിക്കാൻ പോകുന്നുട്ടാ നോക്കാം നമുക്ക്. അപ്പോൾ ഭോജനം കഴിഞ്ഞിരിക്കണു. പിന്നെ കുറച്ച് റെസ്റ്റാണ്. പിന്നെ ബസ് വെയിറ്റാണ്. അപ്പോൾ നല്ലൊരു
ആയി കഴിഞ്ഞു. ഇന്നത്തെ വീഡിയോ ഇത്രയല്ലോ. പിന്നെ ഉണ്ടല്ലോ മധുർ വരുന്നവരുണ്ട്, കുറേ ഹിസ്റ്ററി ഉണ്ടല്ലോ മധുർക്ക്. മദർ എന്നൊരു വ്യക്തിക്ക് അങ്ങനത്തെ കുറേ ഹിസ്റ്ററി ഉണ്ട്. പക്ഷെ ഞങ്ങൾ ഹിസ്റ്ററി ഒന്നും പറഞ്ഞിട്ടില്ല, കുറേ ഹിസ്റ്ററി ഉണ്ട്. പിന്നെ വരുന്നവർ മാക്സിമം 11 മണിക്ക് മുമ്പായിട്ട് എത്താൻ ശ്രമിക്കാട്ടോ. അല്ലെങ്കിൽ നിങ്ങൾക്ക് അപ്പം കിട്ടൂല. പിന്നെ ഇവിടുത്തെ പ്രധാനപ്പെട്ട പൂജകളൊന്നും ചെയ്യാൻ പറ്റൂല കേട്ടോ. അതുകൊണ്ട് പറഞ്ഞാൽ 11 മണിക്ക് എത്താൻ ശ്രമിക്കുക. അപ്പോൾ എന്തായാലും ഇന്നത്തെ ഒരു കുഞ്ഞു വീഡിയോ ആണ് കഴിഞ്ഞു. ഓക്കെ, നെക്സ്റ്റ് ഒരു നല്ല കാണും വരെ തെറ്റാകും.